നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം കൂട്ടുകാരെ, ഇത് എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിതൊരു സെക്യൂരിറ്റി ക്യാമറയാണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. നല്ലൊരു നീറ്റ് പാക്കേജിലാണ് ഇത് വന്നിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് പാക്കേജ് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിലത്ത് വീണാലും ഒന്നും സംഭവിക്കാതിരിക്കാൻ പാകത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹാർഡ് പേപ്പർ കൊണ്ട് തന്നെ. നമുക്കിതൊന്നിന് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതാണ് ക്യാമറ. ബ്രാൻഡ് നോക്കി തന്നെ മേടിച്ചതാണിത്. ഇതിൻ്റെ വില വരുന്നത് 1700 ആണ്, 1699. ഫ്രണ്ടിൽ തന്നെ ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സാണ് മോഷൻ ഡിറ്റക്ഷൻ, നൈറ്റ് വിഷൻ, പിന്നെ HD, 1 ഇയർ വാറൻറ്റി വരുന്നുണ്ട് ഇതിന്. പിന്നെ ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലോക്കൽ സ്റ്റോറേജ്, മെമ്മറി കാർഡ് ഇടുന്ന ഏരിയ, പിന്നെ ഫിറ്റ് ചെയ്യുന്ന രീതി. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് 1080 ഹൈ ഡെഫിനിഷൻ വീഡിയോ റെക്കോർഡിംഗ്, HD ആണ്. ഫീൽഡ് ഓഫ് വ്യൂ 105 ഡിഗ്രി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, തരക്കേടില്ല. അതൊരു കോർണറിൽ വെച്ചാൽ നമുക്കൊരു റൂമൊക്കെ കവറായി കിട്ടും. പിന്നെ 2 വേ ഓഡിയോ, പിന്നെ നമുക്ക് എമർജൻസി കോളൊക്കെ ചെയ്യാം. പിന്നെ അലാറം സെറ്റ് ചെയ്തിടാം. ഇതിൻ്റെ മുന്നിലൂടെ എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസിലല്ലെങ്കിൽ അലാറം അടിച്ചോളും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം, ഒരു DC പവർ അഡാപ്റ്റർ, മൗണ്ട് സ്ക്രൂ, ആ ഡീറ്റെയിൽസൊക്കെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ബോക്സ് ഒന്നിനി തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് തുറക്കുന്നത്, ഞാനും ആദ്യമായിട്ട് തന്നെ ഇത് കാണുന്നത്. ഇതിൽ നല്ലൊരു നീറ്റായിട്ടൊരു കവറിലാണ് അവരിത് പാക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ പ്ലാസ്റ്റിക് കവറല്ല, നമ്മുടെ ഈ മൊബൈൽ ഫോണൊക്കെ വരുന്ന കവർ തന്നെയാണ്. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അഡാപ്റ്ററിലെ കേബിളിന് നല്ല നീട്ടമുണ്ട്. ഇത് സ്ക്രൂ ചെയ്യാനുള്ള, മാർക്ക് ചെയ്യാനുള്ളൊരു പേപ്പറാണത്. കറക്റ്റ് അളവിന് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും. അതൊരു ഉപകാരമുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. നമുക്കിനി ക്യാമറ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ അടിയിൽ മാക് ഐഡിയും, പിന്നെ ഇത് ഹാങ് ചെയ്തിടുന്നതിനുള്ള ഹോളാണിത്. അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് SD കാർഡ് നമുക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ഏരിയ. അടുത്ത് കാണുന്നത് മൈക്കല്ല കേട്ടോ, അതൊരു റീസെറ്റ് ബട്ടണാണ്. ഇത് സ്പീക്കറാണ്. നമുക്കിപ്പോൾ സംസാരിക്കാൻ 2 വേ ഓഡിയോ ഉള്ളതാണല്ലോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് വ്യൂ ഒക്കെ നോക്കാം. തരക്കേടില്ലാത്ത വ്യൂ ഉണ്ട് കേട്ടോ. 105 ഡിഗ്രി ക്ലിയറായിട്ട് നമുക്കൊരു കോർണറിൽ വെച്ചാൽ കണക്ട് ചെയ്യാം. ഇവിടെയാണ് കേട്ടോ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു 3 ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. ഏറ്റവും അടിയിൽ ഒരു റെഡ് ലൈറ്റ്, അത് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ ഗ്രീൻ ആവും. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, TP-Linkന്റെ ടാപ്പോ എന്നുള്ളൊരു ആപ്പ്. ആ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യാം. പിന്നെ അപ്പോൾ ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. അതിൽ ക്ലിക്ക് ടു രജിസ്ട്രേഷനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്, പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ ആ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആപ്പും കാണുന്ന പോലെ തന്നെ ലൈവ് വ്യൂ ആട്ടോ ഇത്. ഇപ്പോൾ ഇത് ക്യാമറ മുകളിലോട്ട് പിടിച്ചിരിക്കുക. ഇപ്പോൾ വോളിയൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കുക. വീട്ടിൽ നെറ്റിന് റേഞ്ച് കുറവാണ്. അതിൻ്റെ പേരിൽ റെസ്പോൺസ് ഇത്തിരി വൈകിയാണ് വരുന്നത്. ഞാൻ 2 വേ ഓഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. തരക്കേടില്ലാത്ത ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ഒരു നമ്മുടെ സാധാരണ ഒരു നോർമൽ സ്പീക്കറിൽ കിട്ടുന്നൊരു ക്ലാരിറ്റി ഉണ്ട്. അതായത് ഒരു കോർണറിലൊക്കെ പിടിപ്പിക്കാനും സംസാരിച്ചാലും കേൾക്കാം. ഞാൻ നൈറ്റ് മോഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. നൈറ്റ് മോഡ് 30 ഫീറ്റാണ് പറയുന്നത്. 30 ഫീറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു 15 അടിയിൽ കറക്റ്റായിട്ട്. നമുക്കിതിൽ LED ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ SD കാർഡിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് കാണാനുള്ളത്, റെക്കോർഡായത്. പിന്നെ ഇമേജസ് നമ്മൾ എങ്ങനെ തലതിരിച്ച് വെച്ചാലും നമുക്ക് അതനുസരിച്ച് ഇമേജും നമുക്ക് ഫോണിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതിൽ മാപ്പ് വഴി തന്നെ കൺട്രോൾ ചെയ്യാം. ഞാനിപ്പോൾ ഒരു നൈറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്
ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ്. ഇപ്പോൾ ഫുൾ ഇരുട്ടാട്ടോ. ഈ ഫോണിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇതാണ് കാണുന്നത്. അപ്പോൾ ഒരു 15 അടി 20 അടിയിൽ പ്രതീക്ഷിക്കാം. നെറ്റ് കണക്ടിവിറ്റി കുറവുള്ളിടത്തൊക്കെ നമുക്ക് സ്ക്രീൻ ക്ലാരിറ്റി HD നിന്ന് മാറ്റി ലോ ക്വാളിറ്റി ആക്കിയിടാം. പിന്നെ ഇതിൽ ബാറ്ററി ഇല്ല. പവർ കണക്ട് ചെയ്ത ഉടനെ തന്നെ ഓൺ ആവുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. പിന്നെ ഒരുവിധം എല്ലാ ഓപ്ഷനും ഉണ്ടെങ്കിൽ ഒരു നല്ല ബ്രാൻഡഡ് ക്യാമറയാണ്. 1700 രൂപയാണ് ഇതിൻ്റെ വില. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.